ഹായ്, ഗുഡ് മോർണിംഗ്. സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ലെസൺ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ക്ലാസ് എടുത്തുമ്പോൾ പകുതി വരെ 2 പാർട്ട് ടീച്ചർ ഇട്ടിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നമ്പർ 29 മുതൽ ബാലൻസ് നോക്കാം. കബീർ ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. ഇപ്പം നമ്മൾ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. കബീർ എന്ന് പറഞ്ഞാൽ ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി, മാനവ മൈത്രിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന സോഷ്യൽ റിഫോമറാണ് ആര്? കബീർ. റീഡ് ദിസ് ലൈൻസ്. The Almighty is known by many names like Allah, Ram, Karim, Keshav, Hari, Hasrat. Aren't the bangles and ring nothing but form of gold? Variety lies in names. We call them. Share the idea you have discovered. അപ്പോൾ നോക്കിയേ, ഇവിടെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദൈവത്തിന് പല പേരുകളിൽ അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്ന് ഒക്കെ ദൈവങ്ങൾ പല പേരിലും അറിയപ്പെടുന്നു. അപ്പം നമുക്ക് സ്വർണ്ണമാണെങ്കിൽ അത് ഉരുക്കി വളകളും അത് കണക്ക് മോതിരങ്ങളും ഒക്കെ ആക്കി മാറ്റാൻ പറ്റും അല്ലേ? അപ്പം നമ്മൾക്ക് പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നൈംസിൽ നമ്മൾ ഒന്നിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിളിക്കുകയും ചെയ്യുന്നു. അപ്പം കാര്യത്തിലിപ്പം സ്വർണ്ണമാണെങ്കിലും ആ സ്വർണ്ണത്തിന് നമ്മൾ പല പേരിൽ അറിയപ്പെടുന്നു. ദൈവങ്ങളാണെങ്കിലും നമ്മളതിനെ പല പേരിലും അറിയപ്പെടുന്നു. ദീസ് ആർ ദ ലൈൻസ് ഓഫ് കബീർ, ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഹു ലിവ്ഡ് ഇൻ നോർത്ത് ഇന്ത്യ, പ്രസൻറ്റ് ഡേ ഉത്തർപ്രദേശ് ഇൻ ദ 15th century. ഇതാണ് ആരുടെ ലൈൻസ്? കബീറിൻ്റെ ലൈൻസ്. അപ്പം 15ാം നൂറ്റാണ്ടിലെ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇന്നത്തെ ഉത്തർപ്രദേശ് 15ാം നൂറ്റാണ്ട് ഒരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു വക്താവായിരുന്നു ആര്? കബീർ എന്ന് പറയാം. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ സച്ച് എ ഹൈംസ് നോൺ ആസ് ദോഹാസ്. അപ്പോൾ എന്താണ്? ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണ് കബീർ അദ്ദേഹത്തിൻ്റെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പലതരത്തിൽ വിവരിച്ചിരുന്നത്. Kabir Dohas were popular with the masses as he composed his hymns in a language that common people could understand. അപ്പോൾ എന്താണ്? അദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷകളിലാണ് ഈ ദോഹാസ് അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ എഴുതിയിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? സാധാരണക്കാർക്കത് മനസ്സിലാവുകയും അവരതിൽ ആകൃഷ്ടരാകുകയും ചെയ്തിരുന്നു. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. അദ്ദേഹം എന്ത് ചെയ്തു? ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഹി റിമൈൻഡ് ദാറ്റ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ദ 2 വെസൽസ് മെയ്ഡ് ഓഫ് ദി സെയിം സോയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറയുന്നത്. ഹി അർജിഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, ഐഡൽ വർഷിപ്പ് എക്സെട്ര വെയർ മീനിങ്ലെസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജാതി വ്യവസ്ഥ, അത് കണക്ക് പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന ഇതൊക്കെ വെറും അർത്ഥശൂന്യമാണ്, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കബീർ ക്രിട്ടിസൈസ്ഡ് ആൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി, വെൽത്ത് എക്സെട്ര. അപ്പം ജാതിയുടെയും അത് കണക്ക് മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ജനങ്ങളെ വേർതിരിച്ച് കാണുന്നതിനെ അദ്ദേഹം എപ്പോഴും വിമർശിച്ചിരുന്നു. Kabir thought and activities were immensely influenced by the ഭക്തി സൂഫി ഐഡിയാസ്. അപ്പോൾ ഭക്തി സൂഫി ആശയങ്ങളെ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻ കംപ്ലീറ്റ്ലി. ഒരു റിലീജിയൻ, അപ്പോൾ കബീർ എന്ന പേരിലാണെങ്കിലും അദ്ദേഹം ഏത് റിലീജിയൻ്റെ വക്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഹി ആൾസോ ഇഗ്നോർഡ് ദാറ്റ് എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയൻ. കബീർ ഹു ബിലീവ്ഡ് ഇൻ ദ ഫോംലെസ് ഗോഡ് പ്രൊപ്പഗേറ്റഡ് ഭക്തി ആസ് ദ മീൻസ് ഓഫ് സാൽവേഷൻ. അപ്പോൾ എന്താണ്? അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ആര്? കബീർ. ഭക്തിയെ മോശമാർഗമായിട്ട് കാണുകയും ചെയ്തിരുന്നു. അപ്പം ഭക്തി പ്രസ്ഥാനം മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയാണ് ഭക്തി പ്രസ്ഥാനത്തിലേക്ക് എത്തുക എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. കബീർ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിത്ത് ദ ഡിസൈപ്പിൾ ടു സ്പ്രെഡ് ഹിസ് ഐഡിയാസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നാടുകൾ തോറും ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്തു.
റീഡ് സം ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് സച്ച് ട്രാവൽസ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വൺസ് കബീർ ഇൻക്വയർഡ് ഫോർ എ ഗ്രീവിംഗ് വില്ലേജ് ചീഫ്റ്റെയിൻസ്. ഹീ സെഡ് ഇറ്റ്സ് കർമ്മ, വാട്ട് എൽസ് ടു സേ, പീപ്പിൾ ആർ ഡൈയിങ് ഓഫ് സ്മാൾ പോക്സ്, സോറി ഇൻ ദി റെമഡി. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ദുഃഖിതനായിരുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രധാനിയായ വളരെയധികം ദുഃഖിതനായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം കാരണം അന്വേഷിച്ചപ്പം കർമ്മഫലം കാരണം എന്ത് ചെയ്യുന്നു, അവിടുത്തെ ആളുകൾക്ക് അസൂരി വരികയും അതിന് മന്ത്രവാദം നടത്തണമെന്ന് പറയുകയും ചെയ്തു. കബീർ ലാഫ്ഡ് ആൻഡ് സെഡ്, എ സ്പെൽ ഫോർ ഹീലിംഗ്, സം ഓഫ് ദിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ മാജിക്കൽ സ്പെൽ, ഓൺലി ട്രീറ്റ്മെൻറ്റ് ക്യാൻ ക്യൂർ ദിസ് ഡിസീസ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, കബീർ ചിരിച്ചു. എന്നിട്ട് രോഗം മാറുന്നതിന് വേണ്ടി മന്ത്രവാദം ചെയ്യണമോ? അപ്പോൾ മന്ത്രവാദം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചികിത്സിച്ച് ഭേദമാക്കിയാൽ മാത്രമേ എന്ത് മാറത്തുള്ളൂ, അസുഖം മാറുകത്തുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. On another occasion, people started giving gift to Kabir and his disciple. He said, we are weavers, metal workers, woodcutters, farmers and cobblers. We do work and live. We do not need gift. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്തു, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ജനങ്ങൾ എന്ത് ചെയ്തു, ഉപഹാരങ്ങൾ സമ്മാനങ്ങളൊക്കെ നൽകി. അപ്പോൾ സമ്മാനങ്ങളൊക്കെ നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്തു, പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്, അപ്പോൾ ഞങ്ങൾക്കെന്ത് ഉപഹാരങ്ങൾ വേണ്ട എന്നാണ് അദ്ദേഹം അവരുടെ ജനങ്ങളോട് പറഞ്ഞത്. യു ഹാവ് റീഡ് കബീർ ദോഹാസ് ആൻഡ് സ്റ്റോറീസ് ആഡ് ഫൈൻഡിങ്സ് ബിലോ. അപ്പോൾ നമ്മൾ കബീറിൻ്റെ ദോഹാസും അത് കണക്ക് ഫൈൻഡിങ്സും ഒക്കെ വായിച്ചു. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പീപ്പിൾ കാൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്, അല്ലേ? ജനങ്ങൾ എന്ത് ചെയ്തു, ദൈവത്തിനെ പല പേരുകളിൽ വിളിക്കുന്നു. കബീർ മേഡ് പീപ്പിൾ തിങ്ക് അഗൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്. ജനങ്ങളെ സൂപ്പർസ്റ്റിഷൻ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സോഷ്യൽ റിഫോമറായിരുന്നു കബീർ എന്ന് പറയാം. നെക്സ്റ്റ് നോക്കിയേ, ഗുരു നാനാക്ക് ലവ് ആൻഡ് ബ്രദർഹുഡ്, സ്നേഹവും സാഹോദര്യവും. അപ്പോൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വക്താവായിരുന്നു ആര്? ഗുരു നാനാക്ക്. Once Guru Nanak and Bhai Mardana came to rest at Sanjain Tag Inn. He had a habit of robbing those who stayed there. Knowing this, Guru Nanak did not want to rest for the night. അപ്പോൾ ഗുരു നാനാക്കും അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയായിട്ടുള്ള ഫായി മർദാനയും കൂടി ഒരിക്കൽ സഞ്ജൻ തഗിലെ ഒരു ഇന്നെന്ന് പറഞ്ഞാൽ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ കൊള്ളയടിക്കുന്ന ഒരു സ്വഭാവം അവിടെയുള്ള ആളിന് ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഡിഡ് നോട്ട് വാണ്ട് ടു റെസ്റ്റ് ദ നൈമി. അപ്പോൾ ഗുരു അവിടെ വിശ്രമിക്കാനായിട്ട് തയ്യാറായില്ല. Instead of starting singing Shabad prayer song composed by Guru Nanak, the recital meaning it was unjust to loot others' wealth. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം വിശ്രമിക്കാതെ രാത്രിയിൽ അദ്ദേഹം തന്നെ രചിച്ച പ്രാർത്ഥനയായിട്ടുള്ള ഷബാദ് ആലപിക്കാനായിട്ട് തുടങ്ങി. അപ്പം മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ശ്ലോകം ചൊല്ലിയത്. Sajjan Thugs realized his mistake when he listened to the lyrics of the songs. He begged Guru for forgiveness. Guru Nanak advised him to give back all the stolen wealth to the poor and to live honestly. Then on, Sajjan began a life helping those who visited his inn. അപ്പോൾ എന്ത് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, അദ്ദേഹം സ്വന്തം തെറ്റ് മനസ്സിലാക്കുകയും മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകി അദ്ദേഹം സത്യസന്ധനായിട്ട് ജീവിക്കുകയും ചെയ്തു.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു? വാട്ട് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി? ആ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എപ്പോഴും നമ്മൾ എങ്ങനെയാണ് സത്യസന്ധരായിട്ട് ഹോണസ്റ്റ്ലി സത്യസന്ധരായിട്ട് ജീവിക്കുക, ഹെൽപ്പ് ദ പുവർ, പാവപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അൺജസ്റ്റ് ടു ലൂട്ട് അതേഴ്സ് വെൽത്ത്, ഒരിക്കലും മറ്റുള്ളവരുടെ വെൽത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, കൊള്ളയടിക്കരുത്. അപ്പം മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ മോഹിക്കുകയേ ചെയ്യരുത്. ഇതൊക്കെയാണ് ഗുരു നാനാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നത്. Guru Nanak was born in 15th century in the village of Talwadi, now in Pakistan, in Sheikhpura, Punjab. Guru Nanak attempted to harmonize the ideas of different religions. He travelled within and outside India to propagate his thoughts. അപ്പം 15ാം നൂറ്റാണ്ടിലെ പഞ്ചാബിലെ ഷേഖ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഷേഖ്പൂർ സ്ഥിതി ചെയ്യുന്നത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹം എല്ലാ മതങ്ങളുടെയും നല്ല ആശയങ്ങളെ എടുത്ത് അത് പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ അകത്തും പുറത്തും ഒക്കെ അദ്ദേഹം സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. Guru Nanak was against the meaningless religious rituals. He attempted to propagate the message of one God. അപ്പം മതങ്ങളുടെ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ അദ്ദേഹം എതിർത്തിരുന്നു. ഏകദൈവം അല്ലേ, വൺ ഗോഡ് എന്നുള്ള മെസ്സേജാണ് അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തത്. He propagated the ideals of equality, brotherhood, love, goodness and religious tolerance. അപ്പോൾ അദ്ദേഹം എന്താണ്, സാഹോദര്യം, സ്നേഹം, അതിനൊക്കെ നന്മ, ഇതിനൊക്കെ എന്ത് ചെയ്തു, റിലീജിയസ് ടോളറൻസ്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, idolatry, pilgrims, etc. were rejected by him. Economic inequality was questioned and people were encouraged to abstain from using intoxicants. He emphasized the importance of langar or community kitchen where all classes of people could eat together. His idea later paved the way for the formation of Sikhism. Okay. ജനങ്ങളെ എന്ത് ചെയ്തു, ലഹരിക്കെതിരായിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെ അതേ കണക്കിന് ജാതി വിവേചനത്തിനെ അദ്ദേഹം എതിർത്തിരുന്നു. അപ്പോൾ എല്ലാവരും തുല്യരാണ്, ഏകദൈവത്തിലാണ് വിശ്വസിക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ്, എല്ലാ ജനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനുള്ള പൊതു അടുക്കള, കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ആശയം കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്നീട് എന്ത് ചെയ്തു, സിഖ് മതത്തിൻ്റെ ഫോർമേഷന് വഴിതെളിക്കുകയും ചെയ്തു. Make a notes on the methods adopted by Guru Nanak to propagate the ideas of religious tolerance and universal brotherhood. അപ്പോൾ പിന്നെ ഗുരു നാനാക്കിൻ്റെ യൂണിവേഴ്സൽ ബ്രദർഹുഡും അതിനൊക്കെ ടോളറൻസ്, റിലീജിയസ് ടോളറൻസിനെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളൊക്കെ എഴുതിയെടുക്കുക. In short, the social and religious activities of Kabir and Guru Nanak ushered in the period of cultural harmony of medieval India. അപ്പോൾ കബീറിൻ്റെയും ഗുരു നാനാക്കിൻ്റെയും ഈ മതപരമായിട്ടുള്ളതും അത് കണക്ക് സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയിൽ വളരെയധികം വളരെയധികം എന്ത് ചെയ്തു, കമ്മ്യൂണൽ ഹാർമണിക്കൊക്കെ എന്ത് ചെയ്തു, കാരണമാവുകയും ചെയ്തു. വിമൺ ആൻഡ് ഭക്തി മൂവ്മെൻറ്റ്. അടുത്തതാണ് സ്ത്രീകളും ഭക്തി മൂവ്മെൻറ്റും. അപ്പോൾ സ്ത്രീകൾക്ക് ഭക്തി മൂവ്മെൻറ്റിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. വിമൻസ് വെയർ ലെസ് റെക്കഗ്നേഷൻ ആൻഡ് റെസ്പെക്റ്റ് ഇൻ ദിസ് മെഡീവൽ സൊസൈറ്റി. അപ്പം മെഡീവൽ സൊസൈറ്റിക്ക് സ്ത്രീകൾക്ക് പൊതുവേറെ അംഗീകാരം കുറവായിരുന്നു. സ്ത്രീകളുടെ പദവി വളരെയധികം താഴെയായിരുന്നു. കണ്ടീഷൻ റിമൈൻഡ് ദ സെയിം ഇൻ റിലേഷൻ ടു ഫ്രീഡം ഓഫ് വർഷിപ്പ്. ആരാധനാ സ്വാതന്ത്ര്യത്തിലൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്.
With the advent of Bhakti movement, many women took to composing and singing hymns and songs to worship the deity of their choice. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിനോട് കൂടി എന്ത് ചെയ്തു, പല സ്ത്രീകളും അവരുടെ ഇഷ്ടദൈവത്തിനെ ആരാധിക്കുന്നതിനും അത് എനിക്ക് കീർത്തനങ്ങളും ഗാനങ്ങളും ഒക്കെ ആലപിക്കുന്നതിനും ഒക്കെ ഒരുപാട് സ്ത്രീകൾ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തു. Mirabai was a Rajput princess who lived in Chittoor, Rajasthan. She gave up all the worldly comfort and immersed herself in devotion of Krishna. Krishna bhajans composed by Mirabai are very popular. അപ്പോൾ രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന ഒരു രജപുട്ട് സ്ത്രീ ആയിരുന്നു ആര്, മീരാഭായ്. അപ്പം മീരാഭായ് അവരുടെ ജീവിതം ലൗകിക ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഒരു കൃഷ്ണഭക്തി ആവുകയും കൃഷ്ണ ഭജനുകളൊക്കെ ആലപിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരയ്ക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ വേർ ദ ഫേമസ് ഡിവോട്ടി പോയറ്റസസ് ഫ്രം തമിഴ്നാട്. അപ്പം തമിഴ്നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള രണ്ട് കവയത്രികളായിരുന്നു കാരയ്ക്കൽ അമ്മയാറും ആണ്ടാൾ എന്ന് പറയുന്ന രണ്ടുപേർ. ദർ കോമ്പോസിഷൻ എക്സ്പ്രസ്ഡ് ദ ഡീപ്പ് ഡിവോഷൻ ഓഫ് ദെയർ ഫേവറേറ്റ് ഡയറ്റി. അവരെന്ത് ചെയ്തു, അവരുടെ ഇഷ്ട ദൈവത്തോടുള്ള ഭക്തി സൂചിപ്പിക്കുന്നതിനുള്ള പലതരത്തിലുള്ള കീർത്തനങ്ങൾ അവർ രചിക്കുകയും അത് ആലപിക്കുകയും ചെയ്തിരുന്നു. അക്ക മഹാദേവി വാസ് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ദ വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി എന്ന് പറയുന്നത്. ഷീ ലെഡ് ഡിസ്കഷൻ എഗൻസ്റ്റ് ദ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഓപ്പോസിഷൻ ഓഫ് ദി വിമൻ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. അപ്പോൾ അന്ന കാലത്തെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വളരെയധികം യാതനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തു, ചർച്ചയ്ക്ക് അവർ നേതൃത്വം നൽകുകയും ചെയ്തു. ഫഹിന ഫായി ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാൽബെഡ് ഓഫ് കാശ്മീർ ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദി ഗ്രോത്ത് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്. അപ്പം മഹാരാഷ്ട്രയിലെ ബഹിനാഫായിയും സെഹിറാബായിയും ഒക്കെ എന്ത് ചെയ്തു, സെഹിറാഫായി അത് കണക്ക് തന്നെ ലാൽ ബെഡ് ഇവരൊക്കെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച സ്ത്രീകൾ ആയിരുന്നു. ഇമ്പാക്റ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ദ എയിം ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ് വാസ് ഡെഡിക്കേഷൻ ടു വൺസ് ഫേവററ്റ് ഡൈസി ത്രൂ ദ മ്യൂസിക് ആൻഡ് ഡിവോഷൻ. അപ്പം ഭക്തിയിലൂടെ, ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഇഷ്ടദൈവം ഉണ്ടെങ്കിൽ ആ ഇഷ്ടദൈവത്തിനെ സംഗീതത്തിലൂടെയും ഭക്തിയുടെയും സ്വയം അർപ്പിക്കുക എന്നതായിരുന്നു ഭക്തി പ്രസ്ഥാനം. However, later the movement was able to bring about the progressive changes in India's social and religious sphere. അപ്പോൾ എന്ത് ചെയ്തു, പിൻകാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പലതരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാനും ഭക്തി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി ഭക്തി പോയറ്റ് ഇൻ ഭക്തി മൂവ്മെൻറ്റ് വെയർ ഫ്രം സോ കാൾഡ് marginalized caste groups. They questioned caste system and privilege enjoyed by the Brahmins. അപ്പം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗം കവികളും താഴ്ന്ന ജാതിക്കാരൊക്കെ ആയിരുന്നു. അപ്പം അവരെന്ത് ചെയ്തു, അവരെ എന്ത് ചെയ്യുന്നു, ജാതി വ്യവസ്ഥയിലുള്ള പല ആൾക്കാരും എന്ത് ചെയ്തു, ബ്രാഹ്മിൻസ് അവരെന്ത് ചെയ്തു, കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ അത് കണക്ക് ബ്രാഹ്മണർക്ക് പ്രത്യേക സ്ഥാനം ലഭിച്ചിരുന്നു. എതിരായിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയും സമൂഹത്തിൽ സമത്വം എന്ന് പറയുന്ന ഒരു ആശയം വേണമെന്നും ഒക്കെ അവർ വാദിക്കുകയും ചെയ്തു. As a result, the concept of social inequality began to emerge. Women were allowed to participate in discussions in അനുഭവ മണ്ഡപം. അപ്പോൾ എന്താണ്,
ഇവർക്ക് പ്രത്യേക ഇവർക്ക് കിട്ടിയിരുന്ന ആശയങ്ങളെ എന്ത് ചെയ്തു ചോദ്യം ചെയ്യുകയും തൽഫലമായിട്ട് എന്ത് ചെയ്യുന്നു സമത്വം എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അനുഭവ മണ്ഡപത്തിൽ ചർച്ചകൾക്ക് സ്ത്രീകൾക്കും പങ്കെടുക്കുക എന്നുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ത് ചെയ്തു ഒരേ രീതിയിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ഭക്തി പ്രസ്ഥാനം വഴി കഴിയുകയും ചെയ്തു. Their opinions gained recognition and made them think about the ideas of equality between the men and women. Bhakti movement was also able to educate people about the greatness of occupation. അപ്പോൾ എന്ത് ചെയ്തു സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെ ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ എന്ത് ചെയ്തു ഭക്തി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ സാമൂഹികവും അതേ കണക്ക് മതപരവുമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും ഉയർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം വളരെയധികം സ്വാധീനം ചെലുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയുമാണ് ഭക്തി പ്രസ്ഥാനം. ഇനി സൂഫി മൂവ്മെൻ്റാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്